മരവിച്ച ലോകത്തിനോട് വിട പറഞ്ഞ് ഒടുവിൽ ആ 1.5 മാസക്കാരൻ മടങ്ങി. കൊച്ചിയിലെ ലോഡ്ജിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം പോലീസും കൊച്ചി കോർപ്പറേഷനും ചേർന്ന് സംസ്കരിച്ചു. അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കൾ ഏറ്റെടുക്കാത്തതിനാൽ കഴിഞ്ഞ 2 ആഴ്ചയായി മോർച്ചറിയിലായിരുന്നു 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം. വളരെ പെട്ടെന്നായിരുന്നു അവന്റെ വരവും തിരിച്ചുപോക്കും. 45 ദിവസം നീണ്ട ജീവിതത്തിൽ അവനറിയാത്ത വേദനകളില്ല, നേരിടാത്ത ക്രൂരതകളില്ല. ഒടുവിൽ മടങ്ങുമ്പോൾ യാത്രയയക്കാൻ സർക്കാർ സംവിധാനങ്ങളും പോലീസും. ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരുമുണ്ട്. നഗരസഭ, പൊതുപ്രവർത്തകർ, പോലീസ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ്. ഈ മാസം 3-ാം തീയതിയാണ് കേസിലെ പ്രതികളായ ഷാനിഫും കുഞ്ഞിന്റെ അമ്മ അശ്വതിയും ചേർന്ന് അതിക്രൂരമായി കുട്ടിയെ കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അമ്മ അശ്വതിയുടെ ബന്ധുക്കളെയും ആദ്യ പങ്കാളിയായ കുഞ്ഞിന്റെ പിതാവിനോടും പോലീസ് ബന്ധപ്പെട്ടെങ്കിലും ഇവർ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവൻ 14 ദിവസം മോർച്ചറിയുടെ തണുപ്പിലിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസും കൊച്ചി കോർപ്പറേഷനും ചേർന്ന് പുല്ലേപ്പടി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഇതിന് 2 വ്യത്യാസങ്ങളുള്ളതിന് ഇത് അൺക്ലെയിംഡ് ബോഡിയല്ല. ഈ കുട്ടിക്ക് ബന്ധുക്കളുണ്ട്, കുട്ടിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. പക്ഷേ അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവർ രണ്ടുപേരും അവരെ ഏറ്റെടുക്കുന്നില്ലെന്ന് വാക്കാൽ പറയുകയും പിന്നെ രേഖാമൂലം എഴുതുകയും ചെയ്തു. ആ കുട്ടിക്ക് 1.5 മാസമാണ് അവൻ ജീവിച്ചുള്ളൂ. അപ്പോൾ ഉണ്ടായ എല്ലാ ചീത്ത അനുഭവങ്ങളുടെയും അതിന് പരിഹാരമാവില്ല. എന്നാൽ പോലും കുറച്ചെങ്കിലും ഒരു ആത്മാവിന് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അതിനൊരു ശാന്തി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേസിലെ പ്രതികളെ പോലീസ് ഉടനടി പിടികൂടിയിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും തുടരുകയാണ്. ഒടുവിൽ പൂക്കളും കളിപ്പാട്ടവും നൽകി അവനെ യാത്രയയക്കാൻ വിങ്ങുന്ന മനസ്സുമായാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി.